ഓക്കെ, എല്ലാരും മിസ് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓൾ ഓഫ് യു മാർക്ക് യുവർ അറ്റൻഡൻസ്. All of you mark your attendance. എല്ലാവരും പഠിക്കാൻ തുടങ്ങിയ മക്കളെ? ഓക്കെ, കഴിഞ്ഞോ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഉണ്ടോ? ഓക്കെ, ദാനം ഏഴാമത്തെ പാഠം 7 ഞാനും നീയും അല്ലേ? ഞാനും നീയും എന്ന പാഠമായിരുന്നു പഠിച്ചത്. എല്ലാവരും പഠിക്കുന്നുണ്ടോ മക്കളെല്ലാവരും? യെസ്. ഓക്കെ, എക്സാം ആണ് വരാൻ പോകുന്നല്ലേ? ഓക്കെ, ഈ 7 ലെസൺ ഇതും കൂടെ ഉള്ളൂ അല്ലേ നമ്മുടെ എക്സാമിന്? ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? 7 ലെസൺ നല്ല ഭംഗിയായി പഠിക്കണേ. പഠിക്കോ? യെസ്. ഓക്കെ, അപ്പൊ 7ാമത്തെ ലെസൺ എന്താണ്? ഞാനും നീയും. ഞാനും നീയും അല്ലേ? അവിടെ ഒരു നല്ലൊരു മരത്തിന്റെ പിക്ചർ അല്ല, മരത്തിന്റെ പിക്ചറൊക്കെ ഉണ്ട്. അവിടെ ആരൊക്കെ ഇരിക്കുന്നത്? 2 കൂട്ടുകാർ ഇരിക്കുന്നുണ്ടല്ലേ? ഇരിക്കുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികൾ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് അല്ലേ? അപ്പോ എന്തിന്റെ തണലില്? പച്ചപ്പുള്ള ഒരു മരം ഉണ്ട് അവിടെ അല്ലേ? അത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ പ്രതീകമാണ് അല്ലേ ആ മരം? ഒക്കെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനും നീയും നമ്മൾ പറഞ്ഞു എന്ത്? ഇപ്പോ കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവും. നിങ്ങളിപ്പോ കുട്ടിക്കാലത്താണ് നിൽക്കുന്നത് അല്ലേ? ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ? അപ്പൊ കുട്ടിക്കാലത്തെ സുഹൃബന്ധങ്ങൾ എങ്ങനെയാ? വിസ്മരണീയങ്ങളാണെന്ന് പറഞ്ഞു അല്ലെ? എപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലെ? എത്രയും ഓർമ്മയുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കൂട്ടുകാരെയൊക്കെ കുറെ ഉണ്ടാക്കുക അല്ലെ? അപ്പൊ മുതിർന്ന് കുറെ കാലം കഴിയുമ്പോ നമ്മൾ ഇങ്ങനെ ഓർക്കും അല്ലെ നമ്മുടെ പഴയ സുഹൃത്തുക്കളെ ഒക്കെ. അതൊരു വല്ലാത്തൊരു ഗൃഹാതുരതയുള്ള ഒരു ഓർമ്മയാണ് അല്ലേ? അപ്പൊ മിസ് നിങ്ങളുടെ പോലെ പഠിച്ച സമയത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പം വല്ലാത്തൊരു അനുഭവം ഉണ്ടാവും. നല്ല സുഖമുള്ള ഒരു ഓർമ്മയാണല്ലേ അത്? അപ്പൊ അച്ഛനമ്മയോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവർക്കും ഉണ്ടാവും ഒരുപാട് ഫ്രണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ ചെറുപ്പത്തില്. അതുപോലെ കുട്ടിക്കാലത്തെ സുഹൃബന്ധങ്ങൾ എങ്ങനെയാ? വിസ്മരണീയങ്ങളാണ് അല്ലെ? അതുപോലെ അനന്തരകാലത്ത് കുറെ കാലം കഴിഞ്ഞ് ശ്രീഷ്ണി ഇപ്പൊ തന്നെ ചോദിക്കാൻ തുടങ്ങി തോന്നുന്നു അമ്മയോട്. അപ്പൊ അനന്തരകാലത്ത് കുറെ കാലം കഴിഞ്ഞ് അത്തരം ബന്ധങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ഗൃഹാതുരതയോടെ ഓർക്കും അല്ലെ? അപ്പൊ ഇണക്കവും പിണക്കവും നിറഞ്ഞ അത്തരമൊരു സൗഹൃദമാണ് ഇവിടെ നമ്മുടെ ഈ കവിതാശകലത്തോടുകൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പാഠഭാഗത്ത് അല്ലെ? ഒരു മരത്തണലില് 2 പേരിരുന്നിങ്ങനെ കൂട്ടുകൂടുന്നുണ്ട് അല്ലേ? കണ്ടില്ലേ എല്ലാവരും? ഞാനും നീയും എന്നാണ് പാഠത്തിന്റെ പേര്. ഞാനും നീയും അല്ലെ? ഞാനും നീയും നമ്മൾ 2 പേര്. അപ്പൊ ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണുവാരി കളിക്കാറുണ്ടല്ലേ നിങ്ങളും? ഇപ്പോഴത്തേക്ക് പുതിയ വീഡിയോ ഗെയിംസ് ഒക്കെ ആയി അല്ലേ? ഇപ്പൊ നെറ്റിലും ടിവിയിലും പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാ, അപ്പൊ അതില് ഓരോ സംഭവം ഇടുക, അതൊക്കെയാണല്ലേ? നമ്മളൊക്കെ പരിഷ്കരിച്ചു. മണ്ണുവാരി കളിയൊക്കെ മാറ്റിയല്ലേ? പക്ഷെ ഇതില് പഴയ ഒരു ഓർമ്മയിലൂടെ പറയുന്നുണ്ട്. ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണുവാരി കളിക്കുമ്പോൾ 1ഉം 2ഉം പറഞ്ഞു നാം പിണങ്ങിയില്ലേ അല്ലെ? നിങ്ങൾ കൂട്ടുകൂടി കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റു അല്ലേ? പക്ഷെ നിങ്ങൾ വേഗം ഒരുമിക്കും. 2 സുഹൃത്തുക്കൾ അങ്ങനെയാണല്ലേ? ഒരു സാറ്റ് കളിക്കുകയാണെങ്കിലും നീ എന്താ ആരെ വിളിച്ചേ? അതെങ്ങനെ ശരിയാവും? നീ ഇപ്പൊ സാറ്റ് തൊട്ടില്ലേ? അത് ശരിയൊന്നല്ല. അത് അങ്ങനെ ഓടിയിട്ടൊന്നും തൊടാൻ പാടില്ല. ഞാൻ എണ്ണി ഇവിടെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട് 2 കുട്ടികൾ കളിക്കുമ്പോ അല്ലെ? അങ്ങനെ 1ഉം 2ഉം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പിണങ്ങും, ചൊടിക്കും അല്ലേ? ഇങ്ങനെ ചൊടിയാ. അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞ 1ഉം 2ഉം പറഞ്ഞു നാം പിണങ്ങിയില്ലേ? അത്രയാണ് അവിടെ പറയുന്നത്
അപ്പൊ ഞാനും നീയും ചെറുപ്പത്തിൽ മണ്ണു വാരി കളിക്കുമ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു നാം പിണങ്ങിയില്ലേ അല്ലേ? ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ പറയുമ്പം തെറ്റും. പിന്നെ നമ്മൾ നേരെ ആവുകയും ചെയ്യും അല്ലേ? നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത് നോക്കിയേ മക്കളെ. അങ്ങനെ ഒരു സുഹൃബന്ധത്തിന്റെ കാര്യം അവിടെ പറഞ്ഞു അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത് നോക്കിയേ. അടുത്ത പേജ് എടുത്തോ മക്കള്. പേജ് നമ്പർ 27. All of you take to page number 27. ഓക്കെ, എടുത്തു എല്ലാ മക്കളും. ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞേ? വായിക്കാം എന്ന് പറയുന്നുണ്ട് അല്ലെ അവിടെ? വായിക്കാം. എന്താ വായിക്കേണ്ടി നോക്കിയേ. താഴെ എന്താ പറഞ്ഞേ? എന്റെ തത്ത, എന്റെ തത്ത അല്ലെ? എന്താ? നിന്റെ മുയൽ, എന്റെ തത്ത, നിന്റെ മുയൽ, അവന്റെ പേന. ആദ്യം പറഞ്ഞെന്താ? എന്റെ. രണ്ടാമത് എന്താ പറഞ്ഞേ? നിന്റെ. മൂന്നാമത്തെ അവന്റെ, അവന്റെ പേന. പിന്നത്തെ എന്താ? അവളുടെ. ചിഹ്നൊക്കെ കൂട്ടി വായിച്ചു നോക്കിയേ മക്കള്. അവളുടെ, അവളുടെ, അവളുടെ സഞ്ചി. അതിന്റെ നിറം. അടുത്തത് അതിന്റെ, അതിന്റെ നിറം. അടുത്ത എന്താ വായിക്കുക? അവരുടെ, അവരുടെ, അവരുടെ വീട്, വീട്. ഓക്കെ, അത് സമയത്തിനെ ഇപ്പം വായിച്ചു. അവരുടെ വീട്. നെക്സ്റ്റ് എന്താ ഗോഡ്വിനെ? ഒന്ന് വായിച്ചു നോക്കിയേ. അടുത്തേ അവരുടെ വീട്. അതിന്റെ താഴെ അമ്മയൊന്നും വേണ്ട, ഗോഡ്വിനെ ഒറ്റയ്ക്ക് വായിച്ചാ മതി. വേഗം വായിച്ചേ നോക്കട്ടെ. ഇങ്ങ. ഞങ്ങ. ഏച്ചിനുട്ടി താഴെ എഴുതിയ എന്താ വായിക്കും? ഡേ. ഞങ്ങളുടെ, ഞങ്ങളുടെ കുടും നായി അല്ലേ? അമ്മ എന്ന ചിഹ്നമില്ലോടെ. ഞങ്ങളുടെ കുടുംബം. കുടുംബം. വെരി ഗുഡ്. ഞങ്ങളുടെ കുടുംബം. ഓക്കെ, നെക്സ്റ്റ് ഋതുദേവേ. അടുത്ത എന്താ ഋതുദേവേ? നമ്മുടെ നാട്. നമ്മുടെ നാട്. വെരി ഗുഡ്. നമ്മുടെ നാട്. അപ്പൊ ഫസ്റ്റ് മുതൽ എന്തൊക്കെയാ വായിച്ച നമ്മള്? എന്റെ തത്ത, നിന്റെ മുയൽ, അവന്റെ പേന, അവളുടെ സഞ്ചി, അതിന്റെ നിറം, അവരുടെ വീട്, ഞങ്ങളുടെ കുടുംബം, നമ്മുടെ നാട്. ഓക്കെ, ഷൻസ ഒന്ന് വായിച്ചേ. ഫസ്റ്റ് മുതലൊന്ന് വായിച്ചേ ഷൻസ. ഷൻസ, can you hear me? എന്റെ തത്ത, അവളുടെ അവന്റെ പേന, അവളുടെ സഞ്ചി, അതിന്റെ നിറം, അവളുടെ വീട്. ഫസ്റ്റ് മുതൽ വായിച്ച ഷൻസ. കേൾക്കുന്നില്ലേ? എന്റെ തത്ത, എന്റെ മുയൽ, നിന്റെ, അവന്റെ പേന, അവളുടെ സഞ്ചി, അതിന്റെ നിറം, അവരുടെ വീട്, ഞങ്ങളുടെ വീട്, നമ്മുടെ നാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്രിസ്റ്റോ ജോൺ എന്നത് വായിച്ചേ. എന്റെ തത്ത, നോക്കി വായിച്ചേ. അവന്റെ പേന, അവളുടെ സഞ്ചി,
അതിന്റെ നിറം അവരുടെ കുടുംബം വീട് ഞങ്ങളുടെ കുടുംബം നമ്മുടെ വീട് നാട് നാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇഷാൻ, വായിച്ചേ ഇഷാൻ. എന്റെ തത്ത നിന്റെ മുയല് അവന്റെ പേന അവരുടെ സഞ്ചി അതിന്റെ നിറം അവരുടെ വീട് ഞങ്ങളുടെ കുടുംബം നമ്മുടെ നാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മഹദിയ, വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ മഹദിയ, നോക്കി വായിച്ചേ മോളെ അക്ഷരം. എന്റെ തത്ത, എന്റെ മുയൽ അവന്റെ പേന അവളുടെ സഞ്ചി അതിന്റെ നിറം അതിന്റെ അവരുടെ വീട് ഞങ്ങളുടെ കുടുംബം നമ്മുടെ നാട്. മക്കളെ അക്ഷരം വായിച്ചു നോക്കണം കേട്ടോ സ്വന്തമായിട്ട്, അപ്പോഴേ വായിക്കാൻ പറ്റൂ അല്ലേ? നമ്മളെ അക്ഷരങ്ങളൊക്കെ പഠിച്ചതല്ലേ, കൂട്ടി കൂട്ടി വായിച്ചു നോക്കണ്ടേ എല്ലാവരും അല്ലേ? അടുത്ത പേജ് എടുത്തേ മക്കളെ. ഇനി ഓരോരാളോടായി ചോദിച്ചിട്ട് മിസ് എഴുതാം നമുക്കതെ. നെക്സ്റ്റ് പേജ് നോക്കിയേ. 28 നോക്കിയേ. പൂരിപ്പിക്കാം എന്ന് മറ്റേ അവിടെ ഒരു കോളമുണ്ട് അല്ലേ? എല്ലാവരും എടുത്തോ. എന്റെ ഡേഷ്, അവിടെ തത്താന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? എന്റെ തത്ത. അതിന്റെ അടുത്ത കോളത്തിലും നേരെ റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ പോയിട്ടുണ്ട്. അവിടെ ആദ്യത്തേല് തത്താന്ന് എഴുതി, രണ്ടാമത്തേല് എന്റെ എഴുതി ഡേഷ് ഇട്ടെടുത്ത്. അതേപോലെ നമുക്ക് അടുത്തതൊക്കെ ഫില്ല് ചെയ്യണം അല്ലേ? അപ്പൊ നിന്റെ എന്താണ് വേണ്ടേ അവേദ്യ? അവിടെ നിന്റെ മുയൽ. ഓക്കെ, എഴുതിക്കോ എല്ലാവരും. മുയൽ നോക്കി എഴുതിയേ. റൈറ്റ് സൈഡിലെ കോളത്തിലുണ്ട് മുയൽ. അപ്പൊ നിങ്ങൾ നിന്റെ നിലയിൽ നേരെയുള്ള ഡാഷിൽ എന്ത് എഴുതണം? മുയൽ. മാ എഴുതുക, ഊച്ചിന്നിടുക, യാ എഴുതുക, ഇല്ല എഴുതുക. നോക്കിയേ, നെക്സ്റ്റ് ഫ്രണ്ടിലത്തെ കോളത്തിൽ തന്നെ ഉള്ളത് നോക്കിയിട്ട് അവിടെ എഴുതുക വേണ്ട മക്കള്. അപ്പൊ നിന്റെ മുയൽ. നെക്സ്റ്റ് അതിന് നേരെ അടുത്ത കോളത്തിൽ എന്ത് ചെയ്യണം? നമ്മള് എന്താ ഫില്ല് ചെയ്യേണ്ടത്? എന്താ ഏഞ്ചലെ? ഡേഷ് മുയൽ എന്നുണ്ട്. നിന്റെ എഴുതണം അല്ലെ? ആദ്യത്തേല് നിന്റെ അവിടെ ഉണ്ട്, മുയൽ എഴുതണം. രണ്ടാമത്തെ റോയിൽ എന്ത് എഴുതണം? നമ്മള് നിന്റെ എഴുതണം, മുയൽ അവിടെ ഉണ്ട്. ഓക്കെ, എഴുതിക്കോ. നീ എഴുതുക, ഇടുക, ഇന്ത്യന്ന് എഴുതുക. ഓക്കെ, നോക്കി എഴുതിയാ മതി. നെക്സ്റ്റ് അതിന്റെ താഴെയുള്ളത് എന്താ അന്നാഗ്രഹിച്ചേ? അവന്റെ ഡേഷ്. എന്താ അവിടെ എഴുതേണ്ടത്? നമ്മള് അവന്റെ പേന അല്ലേ? ആദ്യത്തെ റോയിൽ നമ്മൾ എന്ത് എഴുതണം? അവന്റെ പേനാന്ന് എഴുതണം. അവന്റെ അവിടെ ഉണ്ട്. നെക്സ്റ്റ് റോയിൽ എന്ത് എഴുതണം? നമ്മള് എന്താ ശ്രീകൃഷ്ണ എഴുതണ്ടേ? പേനാന്ന് അവിടെ ഉണ്ട്. എന്താ എഴുതണ്ടേ? അവന്റെ. വെരി ഗുഡ്. അവന്റെ എഴുതിക്കോ. അപ്പൊ അവന്റെ പേന. നെക്സ്റ്റ് അതിന്റെ താഴത്തേൽ എന്താ എഴുതണ്ടേ കാശിനാഥേ? അവളുടെ ഡേഷ്. സഞ്ചി. അവളുടെ സഞ്ചി അല്ലേ? അതാണ് ആദ്യത്തെ റോയിൽ എഴുതേണ്ടത്.
അടുത്ത എന്താ എഴുതേണ്ടത്? ആൻഡ്രോസ് ജിയോ സഞ്ജീൻ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? അവളുടെ. ഓക്കെ, വെരി ഗുഡ്. അവളുടെ എഴുതിക്കോ. ഓക്കെ, അവളുടെ സഞ്ചി. അവളുടെ എഴുതുന്ന നല്ല പോലെ ശ്രദ്ധിച്ച് എഴുതണേ. അവളുടെ സഞ്ചി ഇഞ്ച എഴുതി വള്ളി ഇടണം. നെക്സ്റ്റ് റോയിൽ എന്ത് എഴുതണം? അവളുടെ നമ്മൾ എഴുതണം അല്ലെ? സഞ്ചി അവിടെ ഉണ്ട്. അതിന്റെ താഴത്തെ എന്താ മക്കളെ? അതിന്റെ ഡേഷ്. അതിന്റെ ഡേഷ് ഉണ്ട്. എന്താ എഴുതണ്ട് ജസ്വൽ ബിനു? നിറം. ഓക്കെ, വെരി ഗുഡ്. അതിന്റെ അവിടെയുണ്ട്. നിറം മക്കൾ എഴുതണം. റൈറ്റ് സൈഡിലെ റോയിൽ നോക്കി അവിടെ എഴുതിക്കോ. അതിന് ശേഷമില്ല എന്താ എഴുതേണ്ടത് ദേവപ്രിയ? അതിന് നേരെയുള്ളതിന് അതിന്റെ നിറം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ഡേഷ് നിറം ഉണ്ട്. എന്താ അവിടെ ഫില്ല് ചെയ്യണ്ടേ? എന്താ ദേവപ്രിയ, കേൾക്കുന്നില്ലേ? എന്താ എഴുതണ്ടേ? അതിന്റെ എഴുതിക്കോ. അപ്പൊ അതിന്റെന്ന് ആദ്യത്തിലുണ്ട്, നിറം നമ്മൾ എഴുതി. നെക്സ്റ്റ് റൈറ്റ് സൈഡിലത്തേല് അതിന്റെ നമ്മൾ എഴുതി, നിറം അവിടെ ഉണ്ട്. ഇനി അതിന്റെ താഴെ എന്താ? അവരുടെ. അവരുടെ എന്താ എഴുതണ്ട ദൃശ്യ? അവരുടെ അവരുടെ വീട്. ആദ്യത്തേല് വീട് എന്ന് എഴുതണം. അവരുടെ വീട് എന്ന് എഴുതണം. രണ്ടാമത്തേല് എന്താ? അതിന് നേരിയല്ലേ എന്താ എഴുതണ്ട ആരോമലേ? ഡേഷ് വീട് എന്നുണ്ട്. അവരുടെ. അവരുടെ അവരുടെ വീട് അങ്ങനെയാണ് എഴുതേണ്ടത്. അതിന് താഴെ എന്താ ഇതിന്റെ പാർവണ? നമ്മുടെ അല്ല ഞങ്ങളുടെ എന്നുണ്ട്. കുടുംബം എഴുതണം. കുടുംബം നോക്കി എഴുതണേ. റൈറ്റ് സൈഡിലത്തെ നോക്കി എഴുതണം. കുടുംബം. 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 അതിനുശേഷം എന്താ എഴുതേണ്ടത്? എന്റെ നേരില്ലതില് ഡേഷ് കുടുംബം എന്നുണ്ട്. എന്താ എഴുതേണ്ടത് നമുക്ക്? അലോൺ എന്താ എഴുതേണ്ടത്? അതിന് തൊട്ട് മുകളിലുണ്ട് ഇത്ര ഞങ്ങളുടെ എഴുതണം. ഞങ്ങളുടെ. ഞങ്ങളുടെ കുടുംബം. ഓക്കെ, ഞങ്ങളുടെ കുടുംബം. ഇനി എന്താ എഴുതണ്ട ലക്ഷ്മി അഭിലാഷേ? നമ്മുടെ ഡേഷ്. നമ്മുടെ നമ്മളുടെ ഉണ്ടോടാ? ലാസ്റ്റ് നമ്മുടെ. നമ്മുടെ നാട്. നമ്മുടെ നാട്. അതിന് നേരില് എന്താ എഴുതണ്ടേ മക്കളെ? ഗൗരി നന്ദ ഡേഷ് നാട് എന്നുണ്ട്. എന്താ എഴുതേണ്ടത്? നമ്മുടെ നാട്. ഓക്കെ, അത്രയാണ് ചെയ്യേണ്ടത്. അപ്പൊ മിസ് ഒന്നുകൂടി വായിക്കാം. എന്റെ തത്ത. അതിന് നേരിലും എന്റെ തത്ത. നെക്സ്റ്റ് നിന്റെ മുയൽ. നിന്റെ മുയൽ. അവന്റെ പേന. അവന്റെ പേന. അവളുടെ സഞ്ചി. അവളുടെ സഞ്ചി. അതിന്റെ നിറം. അതിന്റെ നിറം. അവരുടെ വീട്. അവരുടെ വീട്. ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ കുടുംബം. നമ്മുടെ നാട്. നമ്മുടെ നാട്. ഇത്രയാണ് ആ കോളത്തിൽ എഴുതാനുള്ളത്. എല്ലാവർക്കും ഫിനിഷ് ആണോ? ഓക്കെ, എഴുതിയോ മക്കളെല്ലാവരും?
ഓക്കെ. നമ്മുടെ നാട് ലാസ്റ്റ് വൺ. ഹസൻ അതൊന്നെല്ലാം വായിച്ചേ. ഹസൻ ഇപ്പൊ എഴുതിയത് മുഴുവൻ ഒന്ന് വായിച്ചേ. ശ്രദ്ധിക്കണേ എല്ലാ മക്കളും. എന്റെ തത്ത ആ നിന്റെ മുയൽ അവളുടെ അവന്റെ പേന ആ അവളുടെ സഞ്ചി അതിന്റെ നിറം അവരുടെ വീട് ഞങ്ങളുടെ കുടുംബം നമ്മുടെ നാട് അല്ലേ? ഓക്കെ, നമ്മുടെ നാട്. നെക്സ്റ്റ് ഗാത്രി എഴുതി കഴിഞ്ഞോ? ഗാത്രി ഒന്ന് വായിച്ചേ. ഗാത്രി ഓക്കെ. ഗാത്രി അൺമ്യൂട്ട് ചെയ്തേ. എന്റെ തത്ത നിന്റെ മുയൽ അവന്റെ പേന അവളുടെ സഞ്ചി അതിന്റെ നിറം അവരുടെ വീട് ഞങ്ങളുടെ കുടുംബം നമ്മുടെ നാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അക്സബ് ഒന്ന് വായിച്ചേ. അക്സബേ, അക്സബിന്റെ കണ്ണിന്റെ അസുഖമൊക്കെ കുറഞ്ഞോ മോനെ? ഓക്കെ, വായിച്ചേ. തത്ത നിന്റെ മുയൽ അവന്റെ പേന അവളുടെ സഞ്ചി അതിന്റെ നിറം അവരുടെ വീട് ഞങ്ങളുടെ കുടുംബം നമ്മുടെ നാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ധ്യാൻ ഒന്ന് വായിച്ചേ. ധ്യാൻ എന്റെ തത്ത നിന്റെ മുയൽ അവന്റെ പേന അവളുടെ സഞ്ചി നിറം അവളുടെ വീട് ഞങ്ങളുടെ കുടുംബം നമ്മുടെ നാട്. ഓക്കെ, വെരി ഗുഡ്. വായിക്കാൻ പഠിക്കണേ ഒറ്റക്ക്. ആരോൺ ഒന്ന് വായിച്ചേ. ആരോണേ, ആരോൺ ബിനോയ്. എന്റെ തത്ത എന്റെ മുയൽ അവന്റെ പേന അവളുടെ സഞ്ചി അതിന്റെ നിറം അവരുടെ വീട് ഞങ്ങളുടെ കുടുംബം നമ്മുടെ നാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൈഷ്ണവ് ഒന്ന് വായിച്ചേ. വൈഷ്ണവേ, വൈഷ്ണവേ, വൈഷ്ണവിന് നെറ്റില്ലേ? വൈഷ്ണവ് പിയു, പ്ലീസ് അൺമ്യൂട്ട്. പോയി. നൈജൽ ഒന്ന് വായിച്ചേ. നൈജൽ, നൈജൽ
നെറ്റില്ലേ നൈജലെ? അഡോൺ ജോസഫ് ഒന്ന് വായിച്ചേ മോനെ. അവന്റെ പേന, അവളത് സഞ്ചി, അതിന്റെ നിറം, അവരുടെ അവരുടെ വീട്, വീട്, ഞങ്ങളുടെ കുടുംബം, കുടുംബം, നമ്മുടെ നാട്, നമ്മുടെ നാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഭവിക വായിച്ചോ ഭവിക. എന്റെ തത്ത, നിന്റെ മുയൽ, അവന്റെ പേന, അവളുടെ സഞ്ചി, അതിന്റെ നിറം, അവരുടെ വീട്, ഞങ്ങളുടെ കുടുംബം, നമ്മുടെ നാട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? നസീം. എന്റെ തത്ത, നിന്റെ മുയൽ, അവന്റെ പേന, അവളുടെ സഞ്ചി, അതിന്റെ നിറം, പിന്നെ അവരുടെ വീട്, നമ്മളുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബം, നമ്മുടെ നാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് സാദെ, എന്താ ഇവിടെ പരിപാടി? സാദ് വായിച്ചേ. സാദേ അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചേ. സാദേ എന്റെ തത്ത, അവന്റെ പേന, അവളുടെ സഞ്ചി, അതിന്റെ നിറം, അവരുടെ വീട്, വായിച്ചു മോനെ. നമ്മുടെ നാട്. ഓക്കെ, ഓക്കെ, മതി മോനെ. എന്താ ഇഷാൻ? ഞാൻ വായിക്കാം. ഓക്കെ, എന്റെ തത്ത, നിന്റെ മുയൽ, അവന്റെ പേന, അവളുടെ സഞ്ചി, അതിന്റെ നിറം, അവരുടെ വീട്, ഞങ്ങളുടെ കുടുംബം, നമ്മുടെ നാട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്ന നോക്കട്ടെ. സയാൻ ഒന്ന് വായിച്ചേ മോനെ. എന്റെ തത്ത, നിന്റെ മുയൽ, അവന്റെ പേന, അവളുടെ സഞ്ചി, അതിന്റെ നിറം, അവരുടെ വീട്, ഞങ്ങളുടെ കുടുംബം, നമ്മുടെ നാട്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ലാസ്റ്റ് എന്താ മക്കളെ ഉള്ളത് നോക്കിയേ. എന്റെ കുടുംബം എന്നുണ്ട്, എന്റെ ചേച്ചി, എന്റെ അമ്മായി എന്നുണ്ട് അല്ലെ. മാതൃക പോലെ മാറ്റി എഴുതാം എന്നാ ഉള്ളത് അല്ലെ. നെക്സ്റ്റ് നിന്റെ എന്ന് വെച്ചിട്ടുണ്ട് കുറെ ഭാഗങ്ങൾ ഇവിടെ. നിന്റെ പൂവ്, നിന്റെ ചങ്ങാതി, നിന്റെ ഉടുപ്പ് അല്ലേ. അതിന്റെ മുകളിൽ എന്താ എഴുതിയത്? മാതൃക. ഫസ്റ്റ് വൺ എന്റെ, എന്താ വായിക്കും അത്? അംന ഫാത്തിമ വായിച്ചു നോക്കിയേ മോളെ. എന്റെ കുടുംബം. വെരി ഗുഡ്, എന്റെ കുടുംബം അല്ലെ. നെക്സ്റ്റ് എന്താ ഉള്ളത്? അടുത്ത ആരോടാ ചോദിക്കാതെ?
പ്രിയങ്ക എന്താ വായിക്കോ പ്രിയങ്ക? എന്റെ കുടുംബം അമ്ന ഫാത്തിമ വായിച്ചു. പ്രിയങ്ക ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. വായിച്ചേ. അടുത്ത എന്താ ലാസ്റ്റ് ഉള്ളത്? 28 പേജ് നമ്പറില് നിന്റെ എന്താ വായിക്കോ? നിന്റെ കുടുംബം. നിന്റെ കുടുംബം. ഓക്കെ, അപ്പൊ നിന്റെ കുടുംബം എന്നാണ് വായിക്കുക അല്ലെ. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് അതിന് താഴെ? അതേപോലെ ബാക്കിയുള്ളതും കൂടെ എഴുതാൻ അല്ലെ. അപ്പൊ എന്ത് എഴുതണം? രണ്ടാമത്തെ വരയില് എന്റെ ചേച്ചി എഴുതണം. ഓക്കെ, എല്ലാവരും എഴുതിക്കോ. എന്റെ ചേച്ചി എവിടുന്നെന്ന് പറയുന്നുണ്ടോ? എന്റെ കുടുംബം എന്നാണ് അവിടെ ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. അതുപോലെ എന്റെ ചേർത്ത് ചേച്ചി എഴുതണം. അതിന്റെ താഴെ എന്ത് എഴുതണം നമ്മള്? ആ റോയില് എന്റെ അമ്മായിന്ന് അവിടെ ഉള്ളത്. അപ്പൊ അതെടുത്തിട്ട് താഴത്തെ റോയിൽ എഴുതണം അല്ലെ, ആ വരയില് എഴുതണം. തൊട്ടിപ്പുറ റൈറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്? നിന്റെ കുടുംബം എന്നാണ് അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ പൂവ്, ചങ്ങാതി, ഉടുപ്പ് എന്നൊക്കെ ഉണ്ട്. അതിലേതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് ഇവിടെ എഴുതണം. എങ്ങനെ? നിന്റെ പൂവ്, നിന്റെ ചങ്ങാതി, നിന്റെ ഉടുപ്പ്. ഓക്കെ, മനസ്സിലായോ എഴുതേണ്ടത്? അത്രയും കൂടെ എഴുതിയാൽ ആ ഒരു പാഠം കംപ്ലീറ്റ് ആയി നമ്മുടെ അല്ലേ, 7ാമത്തെ ലെസൺ. ഓക്കെ, മിസ് എഴുതി തരണോ? അപ്പൊ നമ്മുടെ എക്സാമിന് ഇതുവരെയുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തെ റോയിൽ എഴുതാനുള്ളത് എന്റെ കുടുംബം അവിടെയുണ്ട്. അതിന്റെ താഴെ നമ്മൾ എന്ത് എഴുതണം? എന്റെ ചേച്ചി എഴുതണം. നെക്സ്റ്റ് രണ്ടാമത്തെ വരിയിൽ എന്ത് എഴുതണം നമ്മള്? എന്റെ ഓക്കെ, അടുത്ത റൈറ്റ് സൈഡിൽ എന്ത് എഴുതണം നമ്മള്? നിന്റെ കുടുംബം അവിടെ ഉണ്ട് അല്ലെ. നിന്റെ പൂവ്. അടുത്ത രണ്ടാമത്തെ വരിയിൽ എന്ത് എഴുതണം? നിന്റെ ഉടുപ്പ് എഴുതാം അല്ലെ നമുക്ക്. നിന്റെ ഉടുപ്പ്. ഞാൻ പൂ പഠിപ്പിക്കുമ്പോ ഞാൻ കണ്ടിട്ട് ഉടുപ്പ്. ഓക്കെ, അടുത്ത വേണമെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി എഴുതാം കേട്ടോ. നിന്റെ ചങ്ങാതി എന്നും കൂടി എഴുതാം. ഓക്കെ, അപ്പൊ നിന്റെ, എന്റെ, അവന്റെ, അവളുടെ, അവരുടെ, അതിന്റെ, ഞങ്ങളുടെ, നമ്മുടെ, ഇത്രയും നമ്മൾ പഠിച്ചു അല്ലേ. മനസ്സിലായോ? അപ്പൊ എന്റെ, നിന്റെ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അവന്റെ, അവളുടെ, നിങ്ങളുടെ ഒക്കെ പറയാൻ പഠിച്ചു അല്ലേ. അപ്പൊ
ഇതിൽ നമ്മള് ഈ ഞാനും നീയും എന്ന പാഠത്തില് അതൊക്കെയാണ് പഠിച്ചത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ മക്കളെല്ലാവരും നല്ലതുപോലെ വായിക്കുക, അതുപോലെ എഴുതാനും പഠിക്കണം കേട്ടോ. എഴുതി പഠിക്കണം. ഫുഡ്, ഇഞ്ച് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ.